أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. السلام عليكم. സൂറ അൽ അസ്ർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയമായും മനുഷ്യർ നഷ്ടകാരിൽ പെട്ടവരാണ്. അപ്പോൾ ഈ വാ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് സത്യം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാ ആണ്. ഇടയ്ക്കൊക്കെ വരുന്നത് ആൻഡ് എന്നുള്ള രീതിയിലും വരും. അപ്പോൾ ഈ കാലം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞതിന് ശേഷം മനുഷ്യർ നഷ്ടത്തിലാണെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നിശ്ചിതമായ ഒരു സമയം അള്ളാഹു തന്നിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയത്തില്ല എപ്പോഴാണ് അത് തീരുന്നത് എന്നുള്ളത്. അതേസമയം നമുക്ക് ഒരു പരീക്ഷാ ഹാളിൽ 2 മണിക്കൂർ കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ തരും. അപ്പോൾ നമുക്കറിയാം 2 മണിക്കൂർ കൊണ്ട് അത് തീരും. അപ്പോൾ അത്രയും സമയം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് ആ എക്സാം എഴുതും. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ തോറ്റു പോകുമല്ലോ. അപ്പോൾ ആ ബെല്ലടിക്കുന്നതിന് ഇപ്പുറം നമ്മൾ തിരക്ക് പിടിച്ച് ഇങ്ങനെ എഴുതും. പക്ഷേ അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ജീവിതവും. എപ്പോഴാണ് ബെല്ലടിക്കുന്നത്, എപ്പോഴാണ് തീരുന്നതെന്ന് ഒന്നും അറിയത്തില്ല. അപ്പോൾ ആ കിട്ടിയ അത്രയും സമയം നമ്മൾ വേണ്ട രീതിയിൽ ഓരോ മിനിറ്റും വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ പരീക്ഷണത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും മൂലധനമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് സമയമാണ് ജീവിതത്തിൽ. സമയവും പിന്നെ ആരോഗ്യം. അപ്പോൾ ആരോഗ്യവും സമയവും കിട്ടുന്ന സമയത്ത് വേണം നമ്മളത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടത്. പക്ഷേ ഇപ്പോൾ ഈ മൊബൈൽ വന്നതിൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നഷ്ടമാകുന്നത് നമ്മുടെ സമയമാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. മനുഷ്യർ നഷ്ടത്തിലാണെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓർക്കുന്നത് ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടം ആണ് യഥാർത്ഥ നഷ്ടമെന്ന് നമ്മൾ ഓർക്കും. നമ്മുടെ കൺമുമ്പിൽ കാണുന്ന നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നത്. പക്ഷേ യഥാർത്ഥ നഷ്ടം എന്ന് പറയുന്നത് ഈ ലോകവും പരലോകവും കൂടെ ചേർത്ത് വെച്ച് നോക്കിയിട്ട് വേണം നമ്മൾ കണക്കാക്കേണ്ടത്. ഈ ലോകത്ത് ഉണ്ടാകുന്ന പല നഷ്ടവും പിന്നീട് നമുക്കത് ലാഭകരമായിട്ട് വരാം, ഈ ദുനിയാവിൽ തന്നെയും പരലോകത്താണെങ്കിലും. അതുകൂടാതെ ഈ ദുനിയാവിൽ ഉണ്ടാകുന്ന പല വിജയവും ഇവിടെ പരാജയത്തിനും കാരണമാകും, ചിലപ്പോൾ പരലോകത്തും. അപ്പോൾ ഈ 2 ലോകത്തും നമ്മൾ വിജയപ്രദമാകുന്ന രീതിയിൽ വേണം നമ്മൾ ജീവിക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ആയത്തിൽ പറയുന്നത് എങ്ങനെയുള്ളവരാണ് ഇവർ. ഈ 4 ഗുണങ്ങൾ ഉള്ളവരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും നഷ്ടത്തിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 4 ഗുണങ്ങൾ നമ്മൾ നേടിയെടുത്താൽ നമ്മൾ നഷ്ടത്തിലല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ. അപ്പോൾ വിശ്വാസം എന്നുള്ളത് വിശ്വാസം എന്ന് പറയുന്നതിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാര്യമാണ്. നമുക്ക് 1-2 വാക്കുകളിൽ ഒതുക്കാൻ പറ്റത്തില്ല. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹുവിനെ ഏറ്റവും സ്നേഹിക്കുന്നവരത്രേ. അപ്പോൾ അള്ളാഹുവിനെ ആയിരിക്കും അവർക്ക് യഥാർത്ഥ വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അള്ളാഹുവിനെ ആയിരിക്കും. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ അവർ പ്രവർത്തിക്കത്തുള്ളൂ. മറ്റാരെയും അവർക്ക് തൃപ്തിപ്പെടുത്തേണ്ട കാര്യം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക, നമ്മുടെ സ്വന്തം ഇഷ്ടം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മാറ്റുക. പിന്നെ എന്തെങ്കിലും അങ്ങനെ ഒരുപാട് ഇത് ഉണ്ട് ഈമാൻ്റെ ഇത് മനസ്സിലാക്കാനുള്ളത്. പിന്നെ എന്തെങ്കിലും തർക്കങ്ങൾ വരികയാണെങ്കിലും അതിൻ്റെ ഇടയിൽ വിധികർത്താവാക്കേണ്ടത് അള്ളാഹു എന്താണ് വിധിക്കുന്നത് അതിനനുസരിച്ച്, അല്ലാതെ അവരുടെ ഇതിനനുസരിച്ചോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചോ വിധിക്കുന്നവരായിരിക്കത്തില്ല യഥാർത്ഥ സത്യവിശ്വാസികൾ. പിന്നെ ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വഭാവമായി മാറും. അള്ളാഹു പറഞ്ഞ എല്ലാ കാര്യങ്ങളും അനുസരിക്കുമ്പോൾ അത് നമ്മുടെ ഒരു സ്വഭാവത്തിനൊരു അടിത്തറ ഉണ്ടാവും, നല്ലൊരു വ്യക്തിത്വം ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ഈമാൻ കൈക്കൊള്ളാത്തവർക്ക്, സത്യവിശ്വാസം ഇല്ലാത്തവർക്ക് അവരുടെ വിശ്വാസത്തിന് സ്വഭാവത്തിനും ഒരു പ്രത്യേക ഒരു
ഇതുണ്ടാകത്തില്ല. അവരിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് അവർക്ക് തോന്നുന്ന പോലെ അങ്ങ് പ്രവർത്തിച്ചു പോകും. പക്ഷേ സത്യവിശ്വാസികൾക്ക് എപ്പോഴും ഓരോ സന്ദർഭത്തിലും എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഉള്ളത് വ്യക്തമായ മാർഗദർശനം അള്ളാഹു നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയായിരിക്കും അവർ ജീവിക്കുന്നത്. അവർക്കെല്ലാത്തിനും ഒരു അടിത്തറ ഉണ്ടാവും. അപ്പോൾ ആർക്കും അവരെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മറ്റുള്ളവരാണെങ്കിൽ എപ്പോഴും പ്രശ്നക്കാരായിരിക്കും. അവരവരുടെ ഇഷ്ടത്തിനും ആയിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നീട് പറയുന്നത് എന്താ, ഇല്ലല്ലദീന ആമനു, വിശ്വാസം മാത്രം പോരാ, അതിനോടുകൂടി വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മവും വേണം. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ വിത്തും വൃക്ഷവും തമ്മിൽ ഉള്ള ബന്ധം പോലെയാണ് ഈമാനും അമലു സ്വാലിഹാത്തും, വിശ്വാസവും സൽക്കർമ്മവും. അപ്പം മണ്ണിൽ വിത്തില്ലെങ്കിൽ ഒരു വൃക്ഷവും മുളയ്ക്കില്ല. അപ്പോൾ ഈമാൻ ഇല്ലാതെ ഉള്ള സൽക്കർമ്മം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. എന്നാൽ മണ്ണിൽ വിത്തുണ്ടായിട്ടും വൃക്ഷം മുളയ്ക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം വിത്ത് മണ്ണിൽ മൂടപ്പെട്ട് കിടക്കുന്നത് പോലെയാണ്. അപ്പോൾ അത് രണ്ടും എന്തായിരിക്കണം, ആക്റ്റീവായിരിക്കണം. എങ്കിൽ മാത്രമേ അതിന് പ്രയോജനമുള്ളൂ. പിന്നെ വിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യപ്പെടുന്നവർ ഒറ്റപ്പെട്ട, അപ്പോൾ നമ്മൾ വിശ്വസിച്ച് നല്ല കാര്യങ്ങളും ചെയ്ത് നമ്മൾ ഒറ്റ ആളായിട്ട് അങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിക്കാതെ എന്താണ് ചെയ്യേണ്ടത്, ഇല്ലല്ലദീന ആമനു വഅമലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ, അവർ സത്യം ഉപദേശിക്കുകയും പിന്നെ എന്താണ് പരസ്പരം ക്ഷമ ഉപദേശിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. കാരണം വിശ്വാസികൾ ഒരിക്കലും ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്നില്ല. അവരൊരു സമുദായമാണ്, ഒരു സമൂഹമാണ്. അപ്പോൾ നമ്മളിൽ മാത്രം നന്നായാൽ പോരാ, സമൂഹവും നന്നാകണം. അപ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന എന്തെങ്കിലും ദോഷങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ അവരോട് പറഞ്ഞത് ഉപദേശിക്കുകയും അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും അവരോട് ക്ഷമ കൈക്കൊള്ളാനുള്ള ആ സന്ദർഭങ്ങളിൽ അങ്ങനെ ക്ഷമ കൈക്കൊള്ളാൻ അവരെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. അല്ലാതെ നമ്മൾ കണ്ണടച്ചിട്ട് എന്ത് ദുഷ്ടതകൾ കണ്ടാലും എന്ത് തിന്മ കണ്ടാലും കണ്ണടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് നമ്മളും കൂടെ അനുഭവിക്കേണ്ടി വരും. പിന്നീട് എന്താ പറയുന്നത്, പ്രതികൂല അവസ്ഥകളെ സ്ഥൈര്യത്തോടെ നേരിടാനുള്ള ക്ഷമയും ധൈര്യവും സഹനവും അവർക്ക് പകർന്നു കൊടുക്കുന്നവനായിരിക്കണം അതിലെ ഓരോ അംഗവും. അപ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ആപത്തും നഷ്ടങ്ങളും ഒക്കെ നേരിടേണ്ടി വരുമ്പോഴും അതിൽ ഉറച്ചു നിന്ന് തരണം ചെയ്യാൻ ഓരോരുത്തരും മറ്റുള്ളവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കണം. അതാണ് ഈ സൂറത്തിൽ പറയുന്നത്.